ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. ORൻ്റെ മറ്റു ക്ലാസ്സിലോട്ടാണ് നാം പോകുന്നത്. എല്ലാവരും സേഫായിട്ടാണ് ഇരിക്കുന്നതെന്ന് കരുതുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ, അതാണ് നാം പഠിച്ച ഫസ്റ്റ് മെത്തേഡ്. 3 മെത്തേഡിലെ ഫസ്റ്റത്തെ മെത്തേഡാണ്. അപ്പോൾ അതിൽ 2 പ്രോബ്ലം, ഒരു പ്രോബ്ലം ചെയ്ത് തന്നിരുന്നു, ഒരു പ്രോബ്ലം നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ തന്നിരുന്നു. നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ജസ്റ്റ് അതിനൊരു നോർത്ത് വെസ്റ്റ് കോർണർ നമുക്കൊരു ഡെഫിനിഷൻ പോലെ ഒന്നും എഴുതിയിട്ടില്ല, ജസ്റ്റ് പ്രോബ്ലം ചെയ്തിട്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞിരുന്നു പ്രോബ്ലം കഴിഞ്ഞിട്ട് അൽഗോരിതം എഴുതാമെന്ന്. അൽഗോരിതം നിങ്ങൾക്ക് തന്നെ എഴുതാവുന്നതാണ്. ഓരോരോ സ്റ്റെപ്പ് നമ്മൾ ഫസ്റ്റ് ചെയ്ത രീതി, അതാണ് അൽഗോരിതം എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റിൽ കൺസിഡർ ചെയ്യേണ്ടത് ഒരു ട്രാൻസ്പോർട്ടേഷൻ ടേബിളിൽ തന്നു കഴിഞ്ഞാൽ, ആ കാര്യങ്ങൾ തന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ള രീതിയാണ് അൽഗോരിതം. അപ്പോൾ അത് തന്നെയാണ് നമ്മളിനി അടുത്തതായിട്ട് എഴുതേണ്ടതും. അപ്പോൾ ചെയ്യേണ്ടത് ഫസ്റ്റിൽ എന്താണ് നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ. അൽഗോരിതം എഴുതുന്നതിന് മുന്നേ, നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് ഈസ് ദ സിംപ്ലസ്റ്റ് മെത്തേഡ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ജനറേറ്റ് ആൻ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ. ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ജനറേറ്റ് ചെയ്ത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ളൊരു മെത്തേഡാണ് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ്, NWC. നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ നോട്ടായിട്ട് എഴുതാം. ആസ് പെർ ദിസ് മെത്തേഡ് സ്റ്റാർട്ട് വിത്ത് നോർത്ത് വെസ്റ്റ് ഓർ അപ്പർ ലെഫ്റ്റ് കോർണർ സെൽ. ഈ ഒരു മെത്തേഡിൽ നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോർത്ത് വെസ്റ്റ് കോർണറിൽ നിന്നാണ്, അല്ലെങ്കിൽ അപ്പർ ലെഫ്റ്റ് കോർണറിൽ നിന്നാണ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈച്ച് റോ ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ റെസ്പോണ്ട് സ്പെസിഫിക് പ്ലാൻ ഓഫ് ഫാക്ടറി. നമ്മൾ സ്പെസിഫിക് പ്ലാൻ ഓഫ് ഫാക്ടറി ഒന്നെങ്കിൽ എന്താവാം, റിക്വയർമെൻറ്റ്സ് ആവാം, ഒറിജിൻ ആവാം, അല്ലെങ്കിൽ എന്താണോ സപ്ലൈ ആവാം, ഏതോ എന്താണ് സ്റ്റാർട്ടിങ് വരുന്നത് അതാണ്. ഒന്നുകിൽ ഒറിജിൻ അല്ലെങ്കിൽ റിക്വയർമെൻറ്റ്സ്, അങ്ങനെയാണ് വരാറ്. സപ്ലൈ ഡിമാൻഡും എന്താണ് അതിൻ്റെ ബൈ പ്രൊഡക്റ്റാണ്. ഈച്ച് ഓഫ് കോളം കറസ്പോണ്ട് സ്പെസിഫിക് വെയർ ഹൗസ്, മാർക്കറ്റ്, എക്സെട്ര. അതിനനുസരിച്ച് കോളത്തിൽ വരുന്നത് ഒന്ന് ഒറിജിനാണെങ്കിൽ മറ്റെന്തായിരിക്കും, ഡെസ്റ്റിനേഷൻ ആയിരിക്കും. ആ ഒരു വ്യത്യാസമാണ് ഉണ്ടാവുക. പ്ലാൻ ഓഫ് ഫാക്ടറി സപ്ലൈ ഓർ അവൈലബിലിറ്റി ആർ ഷോൺ റൈറ്റ് സൈഡ് ഓഫ് ദ ടേബിൾ. ടേബിളിൻ്റെ റൈറ്റ് സൈഡിലാണ് എന്ത് വരിക, സപ്ലൈ വരിക. അതിന് കറസ്പോണ്ടൻ്റ് ആയിട്ടാണ് അവൈലബിലിറ്റി, സപ്ലൈ ഓർ ഡിമാൻഡ് എല്ലാം തന്നെ വരുന്നത് ആ ഒരു സൈഡിലോട്ടാണ്. റൈറ്റ് സൈഡിലായിട്ട് സപ്ലൈ അവൈലബിലിറ്റി വരും. ഇപ്പോഴത്തെ എന്താണ്, ഡിമാൻഡ്. താഴെ കോളത്തിന് താഴെയായിട്ടാണ് താഴെ വരുന്നത്. നിങ്ങൾക്കറിയാം ടേബിൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലാണ് സപ്ലൈ വരിക. അതേസമയം കോളത്തിൻ്റെ താഴ്ഭാഗത്തായിട്ട് ലെഫ്റ്റ് കോർണറിലാണ് ഡിമാൻഡ് വരിക. ആ കാര്യങ്ങളൊക്കെ തന്നെ എഴുതുമ്പോൾ, അതായത് നോർത്ത് വെസ്റ്റ് കോർണറിലുള്ള ഈ പ്രോബ്ലങ്ങളാണ് ചോദിക്കാറ്. ഇൻ കേസ് ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ അത് വേർഡ്സിൽ എഴുതി വയ്ക്കാം. Warehouses are shown below the table. The cells will contain both quantity to be transported and transportation cost. അതായത് വെയർ ഹൗസസ് നമ്മൾ പറഞ്ഞ ഡിമാൻഡ്, അതെല്ലാം തന്നെ എന്താണ്, ടേബിളിൻ്റെ താഴത്തായിട്ട് ലെഫ്റ്റ് സൈഡിലാണ് കാണാം. The quantity to transported will be shown in the center of the cell and will be encircled per unit. Transportation cost is shown in the small rectangular ways which is shown the right hand side of each cell. എന്താണ് പറഞ്ഞത്, ഇതിലുള്ള നമ്മളെങ്ങനെയാണ് ഈ ട്രാൻസ്പോർട്ടേഷനിൽ ഓരോ സെൻറ്ററിലായിട്ടാണ് ക്വാണ്ടിറ്റി അടയാളപ്പെടുത്തുന്നത്. അതായത് നമുക്കറിയാം ആ ട്രാൻസ്പോർട്ടേഷൻ ടേബിളിലെ കള്ളികളിൽ എഴുതുന്ന വാക്കുകൾ, അക്ഷരങ്ങളില്ലേ, അക്കങ്ങൾ, അതാണ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അതായത് 2, 3, 4 എന്ന് എഴുതുന്ന ആ ലെറ്റേഴ്സാണ് ക്വാണ്ടിറ്റി. അത് ഇങ്ങനെ എഴുതുന്നത് സെല്ലിൻ്റെ സെൻറ്ററിലാണ്. പിന്നെന്താ പറയുന്നത്, യൂണിറ്റ് ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു സെല്ലിലെ ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു സെല്ലിൻ്റെ മുകളിലെ കോർണറിലാണ്, റെക്റ്റാങ്കുലർ ബോക്സിലാണ് ഓരോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എഴുതുക. നിങ്ങൾക്കത് പ്രോബ്ലം ചെയ്തുകൊണ്ട് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടാവും. ആ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇങ്ങനെ എഴുതാറില്ലേ നമ്മൾ.
ഇങ്ങനെ ഒരു സെല്ല് വരച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതില്ലേ. ഇവിടെ വരുന്നത് എന്താണ്, ആ ക്വാണ്ടിറ്റി ഇപ്പോൾ 2 ആണെങ്കിൽ 2, ഇവിടെ എഴുതുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് 3. അപ്പോൾ ഇതിൽ ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 3 × 2 ആവും. ആ ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഈച്ച് ഓഫ് കോളം കറസ്പോണ്ട് സ്പെസിഫിക് വെയർ ഹൗസ് മാർക്കറ്റ് എക്സെട്ര പ്ലാൻ ഓഫ് ഫാക്ടറി അവൈലബിൾ. നെക്സ്റ്റ് ലൈനിലാണ് the quantity to be transported will be shown in the center of the cell and will be encircled per unit. Transportation cost is shown in the small rectangular box which is shown in the right hand side of each cell. അത്രേ അതിനെ പറ്റിയിട്ട് പറയാനുള്ളൂ. പിന്നെ അതിൻ്റെ അൽഗോരിതമാണ്. അൽഗോരിതം നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതുകയാണ് ഏറ്റവും നല്ലത്. കാര്യം മനസ്സിലാക്കിയിട്ട് എഴുതാം. ഇതുപോലെ എഴുതാം. ഇതിലെന്താണ്, അതായത് സ്പെസിഫിക് ആയിട്ടുള്ള ടേംസ് ഉപയോഗിച്ചുകൊണ്ടാണ് എഴുതിയിട്ട്, അതായത് ടെക്സ്റ്റ് ബുക്കിലൊക്കെ അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അതായത് പ്ലാൻ ഓഫ് ഫാക്ടറി എന്നുള്ളതൊരു റിക്വയർമെൻറ്റ്സ്, വെയർ ഹൗസായിട്ട് ഡിമാൻഡ്സ് കാര്യങ്ങളൊക്കെ ഉള്ളത് വെയർ ഹൗസ് എന്നുള്ളൊരു ടേമിലും അല്ലെങ്കിൽ മാർക്കറ്റ് എന്നുള്ള ടേമിലും വെച്ചുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ അതൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, അതായത് ഒരു ടേബിൾ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രോബ്ലം വെച്ചുകൊണ്ട് എഴുതാം. അപ്പോൾ ഒറിജിൻ ഡെസ്റ്റിനേഷൻ, ആ രണ്ടും കൂടി വെച്ചുള്ള പ്രോബ്ലം ആണെങ്കിൽ അത് എഴുതാം. അപ്പോൾ എഴുതുമ്പോൾ ആ കാര്യങ്ങൾ എഴുതാം. യൂണിറ്റ് കോസ്റ്റ് ഓരോ സെല്ലിലും ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യം കാണുന്നതാണ് നോർത്ത് വെസ്റ്റ് കോർണറിലെ സെല്ലാണ് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് കറസ്പോണ്ടൻസ് ആയിട്ടുള്ള സപ്ലൈ ഡിമാൻഡ് നോക്കുക. അതിൽ ലോ ആയിട്ട് വരുന്ന ഏതാണോ, സപ്ലൈ ആണെങ്കിൽ സപ്ലൈ എഴുതിയിട്ട് ആ റോ റിമൂവ് ചെയ്യുക. അതേസമയം കോളം ആണെങ്കിൽ കോളം എഴുതിയിട്ട് ആ കോളം റിമൂവ് ചെയ്യുക. അങ്ങനെ നെക്സ്റ്റ് അടുത്ത സെല്ലിലോട്ട് പോവുക. അങ്ങനെ ആ ഒരു പ്രോസസ്സ് എൻഡ് ചെയ്യുക. ലാസ്റ്റ് സെല്ലിൽ എന്തായിരിക്കും, സപ്ലൈ ഡിമാൻഡ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതോടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. പിന്നെ എന്താ, ഓരോ യൂണിറ്റ്സിലെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും ക്വാണ്ടിറ്റി കൂടി മൾട്ടിപ്ലൈ ചെയ്ത് സമ്മ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കിട്ടും. പിന്നെ m+n-1 എന്നുള്ളത് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ നമുക്ക് അൽഗോരിതമായി. അത് അത്ര വളരെ സിമ്പിളാണ്. ശരിക്കും എഴുതണമെന്നില്ല, നിങ്ങൾ സ്വന്തം വേർഡ്സിൽ എഴുതിയാൽ മതി. കൺസിഡർ step 1, consider first plant supply or availability and market or at market എന്ന് പറയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മതി. ഓർ വെയർ ഹൗസ് ഓർ ഡിമാൻഡ്, അപ്പോൾ എന്തും ആവാം എന്നുള്ളതാണ്. നിങ്ങൾക്കൊന്നും പറയേണ്ട, ജസ്റ്റ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് പറയുകയോ അല്ലെങ്കിൽ ഒറിജിൻ ഡെസ്റ്റിനേഷൻ അങ്ങനെ ഏതെങ്കിലും ഒരു ടേമിൽ പറഞ്ഞാൽ മതി. ദ ലോവസ്റ്റ് എമംഗ് ദ 2 ആർ അസൈൻ ടു ദ ഫസ്റ്റ് പ്ലാന്റ്, ഫസ്റ്റ് മാർക്കറ്റ്, ഫസ്റ്റ് ഡിമാൻഡ് റൂട്ട്. ഒറ്റ സെൻറ്റൻസിൽ പറയുക, ഇഫ് സപ്ലൈ ഈസ് മോർ ദാൻ ഡിമാൻഡ് ഷിഫ്റ്റ് ടു ദ നെക്സ്റ്റ് മാർക്കറ്റ്. അതായത് സപ്ലൈ ആണ് ശരിക്കും എന്താണ്, ഞാൻ പറഞ്ഞ ടൈം ഏതാണോ അതെന്താണ്, അതെടുത്തിട്ട് അടുത്ത സെല്ലിലോട്ട് പോകുക. ആ സെല്ലിലോട്ട് പോകുന്ന ആ ഒരു ടൈമിനാണ് ടു ദ നെക്സ്റ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അവരുദ്ദേശിക്കുന്നത് എന്താണ്, ഓരോരോ സെല്ല് ഓരോ മാർക്കറ്റ് ആയിട്ടാണ്, അടുത്ത സെല്ലിങ് പ്ലേസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വേർഡ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ ഒരു ടൈമിലേക്ക് എഴുതിയാൽ മതി, ഓൺ വേർഡ്സിൽ എഴുതിയാൽ മതി. ഇങ്ങനെ തന്നെ പഠിക്കണമെന്നൊന്നുമില്ല. മോർ ദാൻ ഡിമാൻഡ് ഷിഫ്റ്റ് ടു ദ നെക്സ്റ്റ് മാർക്കറ്റ് ആൻഡ് ഇഫ് സപ്ലൈ ഈസ് ലെസ് ദാൻ ഡിമാൻഡ് ദെൻ മൂവ് ടു ദി നെക്സ്റ്റ് പ്ലാൻ. അപ്പോൾ സപ്ലൈ ആണ് ചെറുതെങ്കിൽ മോർ ദാൻ ഡിമാൻഡ്, സപ്ലൈസ് മോർ ദാൻ ഡിമാൻഡ് ഷിഫ്റ്റ് ടു ദ നെക്സ്റ്റ് മാർക്കറ്റ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, ഡിമാൻഡിനേക്കാളും കൂടുതൽ സപ്ലൈ ആണെങ്കിൽ അടുത്ത മാർക്കറ്റിൽ പോവുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നേരെ നെക്സ്റ്റ് പ്ലാനിലേക്ക് പോകും. പ്ലാന്റ് മാർക്കറ്റുമായിട്ട് കൺസിഡർ ചെയ്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നിങ്ങൾ സപ്ലൈ ഡിമാൻഡും ആക്കിയിട്ട് ടേം എഴുതിയാൽ ഒറിജിനും ഡെസ്റ്റിനേഷനും ആക്കിയിട്ട് എഴുതിയാലും മതി. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങൾ ചെയ്ത പ്രോബ്ലം അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ എഴുതി പോവുക. അപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ട് പറയണമെന്നില്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, അതിങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ജസ്റ്റ് വേണമെങ്കിൽ ഒന്നും കൂടി പറയാം. If supply and demand are equal both diagonally to the next plant or next market, so either a column or totally ഈക്വൽ ആണ്. അതായത് അവസാനത്തെ ഒരു സെൻറ്റൻസ് ഒന്ന് കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു എഴുതിയതില്ലേ അത് ഞാൻ സെപ്പറേറ്റ് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റേഷനായിട്ട് ഇട്ട് തരാം. അതായത് സ്കൂളോജിൽ ഇടുന്ന സമയത്ത് ഇത് സെപ്പറേറ്റ് ആക്കിയിട്ട് ഇട്ട് തരാം. അപ്പോൾ പെട്ടെന്ന് വായിക്കാൻ കഴിയും. അപ്പോൾ അവസാനത്തെ ഇതിൽ ഡയഗണൽ എലിമെൻറ്റ് എന്താണ് ഈക്വലായിട്ട് വരാൻ പറഞ്ഞാൽ അവസാനത്തിൽ
സപ്ലൈ ഡിമാൻഡ് കൂടി ഈക്വൽ ടു വരിക. അതുകൊണ്ട് എന്താണ് കറക്റ്റാണ്. അവിടെ പ്രോസസ് സ്റ്റോപ്പ് ചെയ്യുക. കൺസിഡർ ദ റെഡ്യൂസ്ഡ് മാട്രിക്സ് ദെൻ കണ്ടിന്യൂ ദ സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ in one so we get the initial feasible solution. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് ഇതേപോലെ പോവുക. അതോടെ പ്രോസസ് സ്റ്റോപ്പ് ചെയ്യുക. ഇത് ടെക്സ്റ്റ് ബുക്കിൽ അതേ ഒരു വേർഡ്സാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അതായത് ഓവാറിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ അതേ വേർഡ്സ് ഉപയോഗിക്കേണ്ട, നിങ്ങൾ നിങ്ങളുടേതായ ടേമിൽ എഴുതുക. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിൻ്റെ അൽഗോരിതം എഴുതുമ്പോൾ അൽഗോരിതം നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് എന്ന് എഴുതിയിട്ട് 2 സ്റ്റെപ്പിൽ ഒതുക്കണമെന്നൊന്നുമില്ല. സ്റ്റെപ്സ് എത്ര വേണമെങ്കിലും കൂട്ടി എഴുതാം. നിങ്ങൾ സ്വന്തം വാക്ക് എഴുതുക. നോട്ടായിട്ട് ഇതിൽ തന്നിട്ടുള്ളത് നിങ്ങൾ എഴുതണ്ട, നിങ്ങൾ ഓൺ വേർഡ്സ് എഴുതാം. അപ്പോൾ നമുക്ക് ശനിയാഴ്ച ഗൂഗിൾ മീറ്റിൽ വരുന്ന സമയത്ത് നിങ്ങൾ ഓരോരുത്തരെ കൊണ്ടും ഞാൻ വായിപ്പിക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിനെ പിന്നെ ക്ലിയർ ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത മെത്തേഡ് പഠിക്കാം. അധികം പ്രോബ്ലംസ് മാത്രമേ ഈ ഒരു ഇതിന് ചോദിക്കാറുള്ളൂ. ഇൻ കേസ് എന്ത് ചോദിച്ചാലും ഇതിൽ നിന്ന് മാർക്ക് നഷ്ടപ്പെടുത്തിയത് അത്ര സിമ്പിളായതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.